ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരളമടക്കം രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചത് 290 സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത്, കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രചാരണം എറണാകുളത്ത്. തുടർച്ചയായി 7ാം തവണയും പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. പ്രതിദിന വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. നിയന്ത്രണത്തിന് അഭ്യർത്ഥിച്ച് KSEB. രാജ്യത്ത് എവിടെ നിന്നും പ്രിയപ്പെട്ടവർക്ക് വിഷുക്കൈനീട്ടം എത്തിക്കാൻ സംവിധാനമൊരുക്കി തപാൽ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്നലെ അവസാനിപ്പിച്ചപ്പോൾ കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. ഇതോടെ കേരളത്തിലും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. 22 പേരാണ് ഇവിടെ പത്രിക നൽകിയത്. 8 പത്രികകൾ ലഭിച്ച ആലത്തൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 88 ലോക്സഭാ സീറ്റുകളിലേക്കും ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ബാക്കി ഭാഗങ്ങളിലുമാണ് ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മു കശ്മീരിൽ നാളെയും മറ്റിടങ്ങളിൽ ഇന്നുമാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 വരെയാണ് സമയം. പൊതു തെരഞ്ഞെടുപ്പിന് 20 ദിവസം ശേഷിക്കെ സംസ്ഥാനത്ത് വിവിധ മുന്നണികളുടെ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. തലസ്ഥാനത്തും പ്രചാരണം ഊർജിതമാണ്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പര്യടനം നടത്തുന്നു. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡല പര്യടനം തുടങ്ങി. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി 8:45-ന് വാഴോട്ടുകോണം ജംഗ്ഷനിൽ പര്യടനം സമാപിക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. രാവിലെ 7 മണിക്ക് പ്ലാമുട്ടുകടയിൽ നിന്ന് തുടങ്ങിയ പര്യടനം 38ഓളം സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം രാത്രി 8 മണിക്ക് ഉച്ചക്കടയിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ നെയ്യാറ്റിൻകര അമ്മൻകോവിൽ സന്ദർശനം നടത്തി. NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മീറ്റ് ദ പീപ്പിൾ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ട് രാജീവ് ചന്ദ്രശേഖർ വോട്ട് അഭ്യർത്ഥിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ കോഴിക്കോട് 3 മുന്നണികളും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിലവിൽ 15 പേരാണ് പത്രിക നൽകിയത്. ഏപ്രിൽ 8-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിയുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാകും. UDF സ്ഥാനാർത്ഥി MK രാഘവൻ 3ാം ഘട്ട പര്യടനത്തിലേക്ക് കടന്നു. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനം മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. LDF സ്ഥാനാർത്ഥി എളമരം കരിയും 3ാം ഘട്ട പര്യടനത്തിലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDFന് അനുകൂലമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയാണ് NDAക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ 4 നിരീക്ഷകർ കൂടി ജില്ലയിലെത്തി. വരും ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും നേരിട്ട് സന്ദർശിക്കും. ജില്ലയിൽ 6500-ലേറെ വരുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും നടന്നു. ആകെ 6574 ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത്. 50 പേരടങ്ങുന്ന ഓരോ ബാച്ച് വീതമാണ് പരിശീലനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചാണ് സന്ദർശനം. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാജീവ് ചന്ദ്രശേഖരോടൊപ്പം അമിത്ഷായും പങ്കെടുക്കും. പൌരത്വ നിയമത്തെ സാങ്കേതികമായി എതിർത്തു എന്ന് വരുത്തി മൂലയ്ക്ക് പോയി ഒളിക്കുകയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയോലപ്പറമ്പിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തത്? ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് വേണ്ടി പ്രചാരണം നയിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്തെത്തിയത്. തലയോലപ്പറമ്പിലും പാലായിലും കോട്ടയത്തും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് ഏറ്റുമാനൂർ, കടുത്തുരുത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തുന്നു. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അയർക്കുന്നം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നു. കേരളത്തിൽ BJPയുടെ നാവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ BJP-CPIM ബന്ധം വളർന്നു വരികയാണെന്നും അത് ഏതറ്റം വരെയും പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.
തുടർച്ചയായി 7ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പണനയ സമിതി. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 6.5% നിലനിർത്തി. 2024 മാർച്ച് 29 വരെ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. ഈ സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 7%, പണപ്പെരുപ്പം 4.5%മാണ് പ്രതീക്ഷിക്കുന്നതെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ തിങ്കളാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് താപനില വർദ്ധിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇതിനെ മറികടക്കാൻ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ഉപഭോക്താക്കളോട് KSEB ആവശ്യപ്പെട്ടു. 107.76 ദശലക്ഷം യൂണിറ്റാണ് മൊത്ത വൈദ്യുതി ഉപഭോഗം. കഴിഞ്ഞ ചൊവ്വാഴ്ച 106.88 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മൊത്തം ഉപയോഗിച്ചത്. വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥന. വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നെന്ന പരാതി വ്യാപകമാണ്. AC-യുടെ ഉപയോഗം കൂടിയതും രാത്രി വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും വൈദ്യുതി വിതരണ സംവിധാനത്തെ കാര്യമായി ബാധിച്ചതാണ് വൈദ്യുതി മുടക്കത്തിന് കാരണം. നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വിഷുക്കൈനീട്ടം എത്തിച്ചു നൽകുന്നതിന് തപാൽ വകുപ്പ് അവസരമൊരുക്കുന്നു. രാജ്യത്തെവിടെ നിന്നും കേരളത്തിലെ ഏത് തപാൽ ഓഫീസിലേക്കും ഇപ്പോൾ വിഷുക്കൈനീട്ടം ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വിഷു ആഘോഷിക്കാൻ നാട്ടിലെത്താൻ കഴിയാത്തവർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിഷു കൈനീട്ടം എത്തിച്ചു നൽകാനുള്ള സൗകര്യമാണ് തപാൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്ത് എവിടെ നിന്നും കേരളത്തിലെ ഏത് തപാൽ ഓഫീസിലേക്കും ഈ മാസം 9 വരെ വിഷു കൈനീട്ടം ബുക്ക് ചെയ്യാം. 101, 201, 501, 1001 രൂപകൾക്കുള്ള വിഷു കൈനീട്ടമാണ് തപാൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തപാൽ വകുപ്പിന്റെ സേവന നിരക്ക് കൂടി നൽകണം. വിഷുവിന് മുൻപ് വിഷു ആശംസകൾ ആലേഖനം ചെയ്ത പ്രത്യേക കവറിൽ ഈ വിഷു കൈനീട്ടം തപാൽ വകുപ്പ് വീട്ടിലെത്തിക്കും. കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യം രാജ്യത്തെല്ലാവർക്കും ഉണ്ടെന്നും അത് കലയിലൂടെ പ്രകടിപ്പിക്കാമെന്നും കേന്ദ്ര സഹമന്ത്രിയും ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയുമായ V മുരളീധരൻ പ്രതികരിച്ചു. KSRTC ബജറ്റ് ടൂറിസം ഒരുക്കുന്ന അവധിക്കാല ട്രിപ്പുകൾക്ക് നാളെ വാഗമൺ യാത്രയോടുകൂടി തുടക്കമാകും. കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെ ബോട്ടിംഗും കപ്പൽ യാത്രയും താമസവും ഉൾപ്പെടെയുള്ള പാക്കേജിന് മിതമായ നിരക്കാണ് ഈടാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിലെ മിക്ക ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തിയാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ ബോട്ടിംഗും കൊച്ചിയിൽ സാഗർ റാണി കപ്പലിൽ ഉല്ലാസയാത്രയും സഞ്ചാരികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. വൺ ഡേ ട്രിപ്പിനൊപ്പം KSRTC സ്ലീപ്പറിൽ താമസ സൗകര്യം ഒരുക്കിയുള്ള ദ്വിദിന യാത്രയുമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഈ മാസം 23-ന് സ്പെഷ്യൽ ട്രിപ്പും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ബുക്ക് ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, സ്കൂൾ, കോളേജ് തുടങ്ങി ഗ്രൂപ്പായി വരുന്നവർക്ക് വേണ്ടി അവരുടെ സൗകര്യപ്രദമായ ദിവസങ്ങളിൽ യാത്ര ചാർട്ട് ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു. വേനലവധിക്ക് ഇനി വീട് പൂട്ടി കള്ളന്മാരെ പേടിക്കാതെ യാത്ര ചെയ്യാൻ പോലീസ് വഴിയൊരുക്കുന്നു. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പുൽ ആപ്പിലെ ലോക്ക്ഡ് ഹൌസ് സൗകര്യം വഴിയാണ് 14 ദിവസം വരെ വീടുകൾക്ക് പോലീസ് നിരീക്ഷണം ലഭ്യമാകുക. വീട് പൂട്ടി യാത്ര പോകുന്നവർ അക്കാര്യം ആപ്പ് വഴി പോലീസിനെ അറിയിക്കണം. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുൻപെങ്കിലും രജിസ്റ്റർ ചെയ്യണം. 7 ദിവസം മുമ്പ് വരെ വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദ് FC പോരാട്ടം. രാത്രി 7:30-ന് ഗോവ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. 36 പോയിന്റോടെ ഗോവ നിലവിൽ 4ാം സ്ഥാനത്താണ്. പോയിന്റ് നിലയിൽ ഏറ്റവും പിന്നിലാണ് ഹൈദരാബാദ്. IPL ക്രിക്കറ്റിൽ നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 3 വിക്കറ്റിന് ജയിച്ചു. കേരള കലാമണ്ഡലത്തിൽ ഗോത്രമേഖലയിലെ കുട്ടികൾക്കായി നൃത്ത പരിശീലനം ആരംഭിച്ചു. NCERT ഗോത്രായനം പദ്ധതിയുടെ ഭാഗമായാണ് നൃത്ത ക്യാമ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളമടക്കം 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചത് 290 സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത്. കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രചാരണം എറണാകുളത്ത്. തുടർച്ചയായി 7ാം തവണയും പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. പ്രതിദിന വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. നിയന്ത്രണത്തിന് അഭ്യർത്ഥിച്ച് KSEB. രാജ്യത്ത് എവിടെ നിന്നും പ്രിയപ്പെട്ടവർക്ക് വിഷു കൈനീട്ടം എത്തിക്കാൻ സംവിധാനമൊരുക്കി തപാൽ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.